ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നിരുപാധികം കീഴടങ്ങാനുള്ള അമേരിക്കൻ അന്ത്യശാസനം തള്ളിയും ഇസ്രായേലിനെതിരെ നയതന്ത്ര പ്രതിരോധത്തിനൊരുങ്ങിയും ഇറാൻ. താൻ ഒളിവിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലടക്കം 40 ഇടങ്ങളിൽ ഇസ്രായേൽ ഇന്നും ആക്രമണം നടത്തി. ഇസ്രായേലിനെതിരെ ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈൽ പ്രയോഗിച്ചുവെന്ന് ഇറാൻ അവകാശപ്പെട്ടു. സമാധാനത്തിന്റെ നേരിയ സൂചന പോലുമില്ലാതെ ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ രൂക്ഷം. നിരുപാധികം കീഴടങ്ങാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം തള്ളി നിലപാട് വീണ്ടും കടുപ്പിക്കുകയാണ് ഇറാൻ. യുദ്ധവും സമാധാനവും അടിച്ചേൽപ്പിക്കാനാകില്ലെന്നും കീഴടങ്ങില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി വ്യക്തമാക്കി. അമേരിക്കൻ സൈനിക ഇടപെടലുകൾക്ക് പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഖമനേയിയുടെ മുന്നറിയിപ്പ്. دشمن احساس کنه که شما در مقابل او میترسید، احساس ضعف میکنید. ഇറാൻ പരമോന്നത നേതാവ് ഒളിവിലാണെന്നും ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശമില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഖമനേയി ടെലിവിഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇസ്രയേൽ ഭീകരതയോട് ദയുണ്ടാകില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് വ്യക്തമാക്കി. ഇസ്രയേൽ നടപടിക്കെതിരെ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ തേടി നയതന്ത്ര പ്രതിരോധമൊരുക്കാനുള്ള നീക്കങ്ങളും ഇറാൻ നടത്തുന്നുണ്ട്. നയതന്ത്ര ഇടപെടലുകൾ സജീവമാക്കാൻ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നിർദ്ദേശം നൽകി. ഇതിനിടെ ഇരു രാജ്യങ്ങളും ആക്രമണം തുടരുകയാണ്. ടെഹ്റാൻ ഉൾപ്പെടെ ഇറാനിലെ 40 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സേന അറിയിച്ചു. ടെഹ്റാനിന് സമീപം യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന 2 കേന്ദ്രങ്ങൾ തകർത്തെന്നും അവകാശവാദം. 25 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് മിസൈൽ സംഭരണശാലകളിലും സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. ഇസ്രയേലിനെതിരെ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ സേനയും അറിയിച്ചു. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗമുള്ള ഫത്താവൺ മിസൈൽ ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധത്തെ മറികടക്കുന്നതാണെന്നാണ് അവകാശവാദം. ഇന്റർനാഷണൽ ഡെസ്ക് 24. അതേസമയം ഇറാനെ ആക്രമിക്കുമോ എന്നതിൽ വ്യക്തത വരുത്താതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമിക്കാനും ആക്രമിക്കാതിരിക്കാനും സാധ്യത എന്നായിരുന്നു മറുപടി. ആക്രമണത്തെ പ്രതിരോധിക്കാൻ പറ്റാത്ത തരത്തിൽ ഇറാൻ ദുർബലമായി എന്ന് ട്രംപ് പറഞ്ഞു. ഇറാനെ ആക്രമിക്കാനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ റഷ്യ ഇന്ന് രംഗത്തെത്തി. ഇറാനെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും ഇന്നും ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. പി ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ന് വിശദാംശങ്ങൾ നൽകും. പി ജെയിംസ്, ഇന്ന് നമ്മൾ ഈ പറയുന്ന സമയത്തൊക്കെ ടെഹ്റാന്റെ ആകാശത്തൂടെ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ പറക്കുന്നുണ്ട്. പലയിടത്തും ആക്രമണം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ആ മിസൈലുകളെ പ്രതിരോധിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതിൻ്റെ സമ്പൂർണ്ണ വ്യക്തത ഈ ഘട്ടത്തിലും വന്നിട്ടില്ല. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അമേരിക്കയുടെ നീക്കങ്ങൾ അത് ട്രംപ് ഒന്നും തുറന്നു പറയുന്നില്ലല്ലോ. എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും എന്ന മട്ടിലാണ് അതിനോടുള്ള ആ ചോദ്യങ്ങളോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെ. വിജയകുമാർ, ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഐ മേ ഡു ഇറ്റ്, ഐ മേ നോട്ട് ഡു ഇറ്റ്. ഞാൻ ഈ യുദ്ധത്തിൽ ഇസ്രായേലുമായി യുദ്ധത്തിൽ ഇടപെടുമോ അല്ലെങ്കിൽ അമേരിക്ക പങ്കാളിയാവുമോ എന്നുള്ള ചോദ്യത്തിനാണ് ഐ മേ ഡു ഇറ്റ്, ഐ മേ നോട്ട്. ഒരു വ്യക്തതയില്ല. ഒരു ഭാഗത്ത് ചാഞ്ചാടി നിൽക്കുകയാണ് ട്രംപ്. ഞാൻ അമേരിക്ക ഇസ്രായേലോടൊപ്പം കയറി ഇറാനെ ആക്രമിക്കാതിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹെക്സും ഇത് തന്നെയാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല. അമേരിക്ക ഒന്നില്ലെങ്കിൽ വ്യക്തമായിട്ട് ഇതിന് തീരുമാനമെടുക്കാതെ മാറി നിൽക്കുന്നു. ഇല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ് വിജയകുമാർ. അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കിടയിൽ നടന്ന സർവേയിൽ തന്നെ ബഹുഭൂരിപക്ഷവും പറഞ്ഞിരിക്കുന്നു ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് പോകരുത്. അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും അനുഭവങ്ങളുണ്ട്. പണ്ട് അമേരിക്കയ്ക്ക് വിയറ്റ്നാമിൽ തിരിച്ചടി കിട്ടിയതാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഫസ്റ്റ് തിയറിയിൽ മറ്റ് ലോകരാജ്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ പോകുന്നില്ല. അതിന് വിരുദ്ധമാണ് ഇപ്പോൾ ഇസ്രായേലിൽ കയറി ഇസ്രായേലിൻ്റെ കൂടെ ആക്രമിക്കാൻ തയ്യാറാവുമെന്ന നടപടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ അമേരിക്കയിൽ കടുത്ത എതിർപ്പ് ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിപക്ഷത്തുള്ളതാണ്. അവർ മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ കെൻഡക്കിയിലേക്ക് മാസി അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ്മെൻ എതിരായിട്ട് ട്രംപിനെതിരെ വന്നിരിക്കുന്നത്. അപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയം ഒരു ഭാഗത്ത്, രണ്ട് ഇത് സംഭവിച്ചാൽ പ്രത്യേകമായിട്ട് ഇറാൻ്റെ ഭീഷണി വന്നിട്ടുണ്ട്. ഇറാൻ്റെ
പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായി പറഞ്ഞിരിക്കുന്നത് അമേരിക്കയ്ക്ക് കടുത്ത തിരിച്ചടി ഉണ്ടാവും ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ എന്ന് പറഞ്ഞിരിക്കുന്നു. കീഴടങ്ങാൻ പറഞ്ഞ ട്രംപിനോട് മറുപടി പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. നമ്മൾ കീഴടങ്ങില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ എന്താ പറയുക, ഒരു തരത്തിലും പറ്റാത്ത രീതിയിലുള്ള, അവർക്ക് തിരിച്ചടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരിച്ചടി കൊടുക്കും എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും വിജയകുമാർ പറഞ്ഞത് ശരിയാണ്. അവിടുത്തെ ആകാശം തുറന്നിട്ടിരിക്കുകയാണ്, മിസൈൽ ലോഞ്ചറുകൾ വർക്ക് ചെയ്യുന്നില്ല, ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ പോയിരിക്കുന്നു. 50 യുദ്ധവിമാനങ്ങളാണ് അവിടെ 40 പ്രധാനപ്പെട്ട ടാർജറ്റുകളിൽ, ഇറാൻ്റെ ടാർജറ്റുകളിൽ അടിച്ച് പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് മാത്രമല്ല, അവിടുത്തെ സെൻട്രിഫ്യൂഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആണവ കേന്ദ്രത്തിലെ സമ്പുഷ്ട യുറേനിയം ഉണ്ടാക്കാനുള്ള നിർമ്മാണ യൂണിറ്റാണ് സെൻട്രിഫ്യൂഗ്, മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഇതെല്ലാം തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ വലിയ രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇറാനും വെറുതെ ഇരിക്കുന്നില്ല. ഇന്നും ഇറാൻ ഹൈപ്പർസോണിക് മിസൈൽ പ്രയോഗിച്ചു. ഒരുപക്ഷെ ഹൈപ്പർസോണിക് മിസൈലുകൾ 3-4 രാജ്യത്തിൻ്റെ കൈവശമേ ഉള്ളൂ. അമേരിക്കയുടെ, ചൈനയുടെ, റഷ്യയുടെയൊക്കെ കയ്യിലാണ് ഹൈപ്പർസോണിക് ഉള്ളത്. ഇറാന് റഷ്യ അത് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, റഷ്യ ഈ മണിക്കൂറുകളിൽ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്, വാണിംഗ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇടപെടും, ഇസ്രായേലിനെതിരെ ഇറാൻ അനുകൂലമായിട്ട് ഇടപെടുമെന്നുള്ള തരത്തിൽ പറഞ്ഞിരിക്കുന്നു. ചൈനയിൽ നിന്ന് വിമാനത്തിൽ, ട്രാൻസ്പോർട്ട് വിമാനങ്ങളിൽ ആയുധം എത്തുന്നു. അത് അൺഡിക്ലെയർഡ് ആയിട്ടാണ്, പക്ഷേ ആയുധങ്ങൾ എത്തുന്നുവെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചൈനയും റഷ്യയും ഇറാൻ്റെ പക്ഷം പിടിക്കുന്നു എന്നുള്ളത് ഇതൊരു കൈവിട്ട കളിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം ഐ മേ ഡു ഇറ്റ്, ഐ മേ നോട്ട് ഡു ഇറ്റ് എന്ന് ട്രംപ് പറയുന്നത്. ട്രംപിനറിയാം അമേരിക്ക ഇതിലേക്ക്, ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന ആ നിമിഷം തന്നെ റഷ്യയും ചൈനയും ഇറങ്ങുമെന്നുള്ളത് ശരിയാണ്. അതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്കുള്ള സൂചനകളാവാം. അതിലേക്ക് കൊണ്ടെത്തിക്കാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നില്ല. അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയം ആ രീതിയിലാണ് പ്രതികരിക്കുന്നത്. എന്തായാലും ഇറാൻ്റെ തിരിച്ചടികൾ ഒരുപക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലാണ് മുന്നിട്ട് നിൽക്കുന്നത്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇറാൻ്റെ തിരിച്ചടികൾ ഇസ്രായേൽ പ്രതീക്ഷയേക്കാൾ അപ്പുറമാണ്. ടെല്ലവീവിൽ, ഹൈഫയിൽ, അതുപോലെ തന്നെ ജെറൂസലേമിൽ ഒന്നിനു പുറകെ ഒന്നായി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ പോലെ 400-ലേറെ മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ ഞങ്ങൾക്കെതിരെ വന്നു എന്ന് പറയുന്നു. അത് മുഴുവൻ വെടിവെച്ചിട്ടു എന്ന് അവകാശപ്പെടുന്നില്ല. 100 കണക്കിന് ഡ്രോണുകൾ വന്നു എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം രാജ്യത്ത് അടിയുണ്ടായി, രാജ്യത്ത് തീഗോളമുണ്ടായി, ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവർ പറയുന്നത് 30-ൽ താഴെ മാത്രം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ്. ഒരുപക്ഷെ മരണസംഖ്യ കൂടുതലായിരിക്കാം, പരിക്കേറ്റവർ 100 കണക്കിനുണ്ട്. അതേസമയം ഇറാനാണ് വലിയ അടി കിട്ടിയിരിക്കുന്നത്. ഏതാണ്ട് 600ഓളം പേർ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് 1400ഓളം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് സ്ട്രൈക്ക് റേറ്റിൽ ഇസ്രായേൽ വളരെ മുന്നിലാണ്. പക്ഷേ ഇറാൻ്റെ അടി പ്രതീക്ഷിക്കാത്ത അയൺ ഡോമുകളെ ഭേദിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ അടി, ഗസയിൽ അടിച്ചപ്പോൾ തിരിച്ചടി വേണ്ട വന്നില്ല, ലെബനനിൽ അടിച്ചപ്പോൾ ഹിസ്ബുള്ള തിരിച്ചടിക്കാൻ ശക്തരായിരുന്നില്ല, ഹൂതികളുടെ വല്ലപ്പോഴും അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളേ ഉള്ളൂ. ഇതൊക്കെ പ്രോക്സികളാണ്, മിലീഷ്യാസാണ്. പക്ഷേ ഇറാൻ എന്ന രാഷ്ട്രം പശ്ചിമേഷ്യയിലെ അതിശക്തമായിട്ടുള്ള മിലിറ്ററി പ്രസൻസ് ഉള്ള രാഷ്ട്രമാണ്. ആയത്തുള്ള ഖാമിനിയെ പിടിക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ ഒരുപക്ഷെ സദാം ഹുസൈനെയും ലിബിയയിലെ മുഹമ്മദ് ഗദാഫിയെയും പിടിച്ച പോലെ ഉള്ളിൽ നിന്ന് ഒറ്റില്ലെങ്കിൽ അദ്ദേഹത്തെ പിടിക്കാനാവില്ല. കാരണം 6 ലക്ഷം സൈന്യമുണ്ട്, 1,70,000 സൈന്യമേ ഇസ്രായേലിനുള്ളൂ. അപ്പോൾ അവിടെ കയറി ഇത്രയും സൈന്യത്തിൻ്റെ നടുവിൽ നിന്ന് സൈന്യത്തിൻ്റെ പിന്തുണ പിൻവലിച്ചാൽ അറിയില്ല. എന്തായാലും എളുപ്പമല്ല ഇറാനിൽ കയറി ആയത്തുള്ള ഖമനിയെ ഞങ്ങൾ പിടിക്കുമെന്ന് ട്രംപിൻ്റെ അവകാശവാദം ശരിയാവാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യതയില്ല. വിജയകുമാർ, യെസ്, ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം, ടെഹ്റാനിലെ ഇന്റേണൽ സെക്യൂരിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നു എന്ന വിവരമാണ് വരുന്നത്. ആഭ്യന്തര സുരക്ഷ കൈകാര്യം ചെയ്യുന്ന ഇറാന്റെ ഒരു ആസ്ഥാന മന്ദിരമാണ്, അത് തകർത്തു എന്നാണ് പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ഗോഡ് ദ ബാറ്റിൽ ബിഗിൻസ് എന്നാണ് അയത്തുള്ള അലി ഖമനൈ ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇറാന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അവരറിയിച്ചത്. അപ്പോൾ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ അതിന് സമാന സാഹചര്യം ഇതാ നമ്മൾ ഈ സംസാരിക്കുന്ന 6ാം ദിവസവുമുണ്ട്. ഈ സമയത്തും
ഇറാനുമേൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറക്കുന്നു, തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. പി ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. അതേസമയം ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ധു എന്ന പേര് നൽകിയിരിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ആദ്യ സംഘം നാളെ പുലർച്ചെ ഡൽഹിയിലെത്തും. അർമേനിയയിൽ എത്തിച്ച 110 വിദ്യാർത്ഥികളെയാണ് നാളെ ഡൽഹിയിൽ എത്തിക്കുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഇതിപ്പോൾ ടെഹ്റാനിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സംഘമാണ് എത്തുന്നത്. കുറെ കൂടി സമഗ്രമായ വിശാലാർത്ഥത്തിലുള്ള ഇവാക്വേഷന് രാജ്യം തയ്യാറെടുക്കുന്നു. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധു എന്ന പേരൊക്കെ നൽകി ആ ദൗത്യം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ മറ്റു വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ടോ? വിജയകുമാർ, എന്തായാലും ഓപ്പറേഷൻ സിന്ധു എന്നാണ് ഇറാനിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന ദൗത്യത്തിന് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന പേര്. അതിന്റെ ആദ്യ ബാച്ച്, ആദ്യ സംഘം നാളെ പുലർച്ചെ തന്നെ ഡൽഹിയിലെത്തും. 3:30 ഡൽഹി വിമാനത്താവളത്തിലായിരിക്കും അവരെത്തുക. അർമേനിയയുടെ തലസ്ഥാനത്ത് നിന്ന് ഇവർ പുറപ്പെട്ടു കഴിഞ്ഞ് അവർ ദോഹയിലെത്തിയതിനു ശേഷം അവിടെ നിന്നായിരിക്കും ഡൽഹിയിലെത്തുക. 110 വിദ്യാർത്ഥികളാണ് ഇതിലുള്ളത്. അതിൽ 90 പേർ കശ്മീരി സ്വദേശികളാണ്. മറ്റുള്ളവർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരെ എല്ലാവരെയും അതാത് സംസ്ഥാനങ്ങളിൽ അവരുടെ നാടുകളിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയമാണ് ഇവരുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ കൂടി ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല മറ്റുള്ളവർ, അതായത് ഈ ഉറുമിയിൽ നിന്നാണ് നിലവിൽ 110 പേര് എത്തിയിട്ടുള്ളത്. മറ്റ് ടെഹ്റാനിൽ നടക്കം മറ്റ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ദൗത്യം കൂടി ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഏകോപിപ്പിക്കുന്നുണ്ട്. ആ ദൗത്യം കൂടി വരും ദിവസങ്ങളിൽ നടക്കും. അത് കാരണം ഈ അതിർത്തി രാജ്യങ്ങൾ വഴി മാത്രമേ ഇവരെ അതിർത്തി രാജ്യത്തിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഇറാനിലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കുടുങ്ങിക്കൊടുക്കുന്ന വിദ്യാർത്ഥികളെ റോഡ് മാർഗം അതിർത്തി കടത്തി അർമേനിയയിൽ എത്തിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. ആ കടമ്പ കടന്നതിന് ശേഷം അവർക്ക് വ്യോമമാർഗം ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികളായിരിക്കും നടക്കുക. എന്തായാലും രണ്ടു രാജ്യങ്ങളും, ഇറാനും ഒപ്പം തന്നെ ഇസ്രായേലും, അവരുടെ എംബസികൾക്ക്, അതായത് അതാത് രാജ്യങ്ങൾ അവരുടെ ഇന്ത്യൻ എംബസികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി തന്നെ അതിർത്തി കടത്താമെന്ന്. എന്തായാലും ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. 600 വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നിന്ന് ക്വാമ നഗരത്തിലെത്തിയിരുന്നു. അവരെ കൂടി ഇനി അതിർത്തി കടത്തി അർമേനിയയിൽ എത്തിക്കണം. അങ്ങനെ ഇത് വരും ദിവസങ്ങളിലും തുടരാനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിട്ട് ഒരു ദൗത്യമായി വിദേശകാര്യ മന്ത്രാലയം ഈ നടപടികൾ തുടരുന്നത്. ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ നാളെ ഡൽഹിയിലെത്തും. കൂടുതൽ വിദ്യാർത്ഥികളെ അടുത്ത ദിവസങ്ങളിലെത്തിക്കും. ഇസ്രായേലിൽ നിന്ന് ആവശ്യമെങ്കിൽ ജോർദാൻ, ഈജിപ്ത് അതിർത്തി വഴി ആളുകളെ, ഇന്ത്യക്കാരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ ഘട്ടത്തിൽ നടപ്പാക്കുമോ എന്നതിൽ വിദേശകാര്യ മന്ത്രാലയം ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ അത്തരം ഒരു പ്ലാൻ ബി ഉണ്ട് ഇസ്രായേലിൻ്റെ കാര്യത്തിലും എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരൊക്കെ അറിയിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഇന്ത്യ പാക് സംഘർഷത്തിൽ മലക്കം മറിഞ്ഞ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മേലാണ് താൻ സമ്മർദ്ദം ചെലുത്തിയത് എന്ന് ട്രംപ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് നിലപാട് തിരുത്തിയത്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് തന്റെ ശ്രമഫലമായി എന്നായിരുന്നു ട്രംപിന്റെ നേരത്തെയുള്ള വാദം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, 35 മിനിറ്റാണ് മോദി ട്രംപ് ടെലിഫോൺ ചർച്ച നടന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മധ്യസ്ഥൻ എന്ന നിലയിൽ ഉള്ള ഇടപെടലല്ല, പാകിസ്ഥാനോടാണ് താൻ ആവശ്യപ്പെട്ടത്, സമ്മർദ്ദം ചെലുത്തിയത് എന്ന് മുൻ പ്രസ്താവന തിരുത്തി ഭേദഗതി വരുത്തി ട്രംപ് ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് അല്ലേ? വിജയകുമാർ, തീർച്ചയായിട്ടും. കാര്യം ഇന്ത്യ പാക് സംഘർഷത്തിനൊടുവിൽ ആ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു അത് സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തുന്നത്. അതിനുശേഷം പാകിസ്ഥാൻ ആ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തുകയും തുടർന്നാണ് ഇന്ത്യ വാർത്താസമ്മേളനം വിളിച്ച വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയ കാര്യം വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഈ അമേരിക്ക തുടർച്ചയായി ഇത്തരം വാദങ്ങൾ, അതായത് ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കുന്നതിൽ അമേരിക്ക ഇടപെട്ടു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തുടർച്ചയായി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിൽ ഇന്ത്യ പലപ്പോഴും ആവർത്തിച്ചത് അങ്ങനെ ഒരു മധ്യസ്ഥ ചർച്ച നടന്നിട്ടില്ല എന്നതായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് 35 മിനിറ്റാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചത്. ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയത് മധ്യസ്ഥത ചർച്ചകൾ ഒരു ഘട്ടത്തിലും ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല, അത് അംഗീകരിക്കുന്നില്ല എന്നുകൂടി നരേന്ദ്രമോദി വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു മധ്യസ്ഥത ചർച്ചയും ഉണ്ടായില്ല എന്നുകൂടി നരേന്ദ്രമോദി അടിവരയിട്ട് ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ നിലപാടിൽ ഒരു മാറ്റം അമേരിക്കൻ പ്രസിഡന്റ് വരുത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ
പാകിസ്ഥാന് മേലാണ് താൻ സമ്മർദ്ദം ചെലുത്തിയത് എന്ന തരത്തിലേക്ക് ആ പ്രസ്താവനയെ മാറ്റുകയുണ്ടായി. അത് ഇന്ന് അവിടുത്തെ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറുമായി ഡൊണാൾഡ് ട്രംപ് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ്. അതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ അദ്ദേഹവുമായി ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും ഇന്ത്യ പാക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇന്ത്യയുടെ നയം എന്താണെന്നുള്ളതിൽ വ്യക്തത വരുത്തുന്നതും. അതിനുശേഷമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അത്തരം പ്രസ്താവനകളിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ചില പ്രതികരണങ്ങൾ നടത്തുന്നത്. ഒപ്പം തന്നെ ഈ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് തൻ്റെ ശ്രമഫലം എന്നായിരുന്നു ട്രംപ് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് പാകിസ്ഥാന് മേലാണ് ഒരു സമ്മർദ്ദം ചെലുത്തിയത് എന്ന തരത്തിലേക്ക് മാറ്റുകയാണുണ്ടായത്. ഇന്ത്യയും ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് പാകിസ്ഥാനാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്താം എന്നൊരു സന്നദ്ധത പ്രകടിപ്പിക്കുന്നത്. അത് മാനിച്ചാണ് ഇന്ത്യ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനോട് പറയുകയുമുണ്ടായി. എന്തായാലും ഈ തുടർച്ചയായ അമേരിക്കയുടെ വാദങ്ങളെ തള്ളിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നയം വ്യക്തമാക്കിയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ 35 മിനിറ്റ് ദീർഘമുള്ള ഒരു ഫോൺ സംഭാഷണം അത് നടന്നു. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവിയും ട്രംപും തമ്മിൽ ഒരു ചർച്ച, ഒരു വിരുന്നൊക്കെ നടക്കാൻ പോവുകയാണ്. ഇതിനിടയിലാണ് ട്രംപ് ഞാൻ പാകിസ്ഥാന് മേലാണ് സമ്മർദ്ദം ചെലുത്തിയത്, ഒരു മധ്യസ്ഥൻ എന്ന നിലയിലല്ല, പാകിസ്ഥാനോടാണ് ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന അദ്ദേഹത്തിന്റെ മുൻ പ്രസ്താവനകളൊക്കെ തിരുത്തി ഒരു ഭേദഗതി വരുത്തി ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയത്. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. അടിയന്തരാവസ്ഥക്കാലത്ത് RSSുമായി കൂട്ടുചേർന്നിട്ടുണ്ടെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന തിരുത്തി മുഖ്യമന്ത്രി. RSSുമായി ഒരു കാലത്തും യോജിച്ചിട്ടില്ല, ജനതാ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് സഹകരണം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പാർട്ടി സെക്രട്ടറിയിൽ നിന്നുണ്ടായ പിഴവിനെ പ്രതിരോധിക്കാനായിരുന്നു മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഏറെ സമയവും വിനിയോഗിച്ചത്. RSSനോടുള്ള CPIMന്റെ ഇതപര്യന്തമുള്ള സമീപനം വിശദീകരിച്ച മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയെ അക്ഷരാർത്ഥത്തിൽ തിരുത്തുകയായിരുന്നു. എന്നാൽ വ്യക്തിപരമായി MV ഗോവിന്ദന്റെ പേര് പറഞ്ഞില്ലെന്ന് മാത്രം. ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന വർഗീയ കൂട്ടമാണ് RSS. അവരോട് ഇന്നലെയും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല, നാളെയും യോജിപ്പുണ്ടാവില്ല. RSSനോടുള്ള പാർട്ടിയുടെ സമീപനം വ്യക്തമാക്കുന്നതിനിടയിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെ കുറ്റപ്പെടുത്താനും മുഖ്യമന്ത്രി മറന്നില്ല. RSS ആരാധിക്കുന്ന ഫോട്ടോകൾക്ക് മുന്നിൽ ചിലർ താണു വണങ്ങിയ നില കേരളം കണ്ടതാണല്ലോ. RSS ശാഖക്ക് കാവൽ നിൽക്കലായിരുന്നു അന്നേരം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞത് ആരായിരുന്നു? രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ ഇതാദ്യമായി പ്രതികരിച്ച മുഖ്യമന്ത്രി അവിടെയും RSSനോടുള്ള നിലപാട് കടുപ്പിച്ചു. ഔദ്യോഗിക ചടങ്ങിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയെന്ന് പറഞ്ഞതിലൂടെ ഗവർണർക്കും കാര്യങ്ങൾ ബോധ്യമായെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പൊതു ബിംബങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നില വന്നതുകൊണ്ടാണ് അതിനോട് യോജിപ്പില്ല എന്ന് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചത്. രാജ്ഭവനിൽ സംഘപരിവാർ നേതാക്കളുടെ ചിത്രം വെച്ചതിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി അവിടം RSS ശാഖയാക്കാൻ അനുവദിക്കില്ലെന്നും തറപ്പിച്ചു പറഞ്ഞു. രാജ്ഭവനെ RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു സ്ഥലമായി മാറ്റാൻ പാടില്ല. രാജ്ഭവനെ RSS ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുത്. ജനസംഘവുമായി സഹകരിച്ചതിൽ പ്രതിഷേധിച്ച് P. സുന്ദരയ്യ CPIMന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി വ്യക്തമായി മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. 24 തിരുവനന്തപുരം. RSSുമായി കൂട്ടുചേർന്നിട്ടുണ്ട് എന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണത്തിൽ വിവാദം കനക്കുകയാണ്. പ്രസ്താവന തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നതോടെ വിവാദം മൂർച്ഛിച്ചു. ചരിത്രത്തെ ചരിത്രമായി കാണാൻ തയ്യാറാകണമെന്നായിരുന്നു MV ഗോവിന്ദന്റെ വിശദീകരണം. ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ MV ഗോവിന്ദൻ നടത്തിയ വെളിപ്പെടുത്തൽ ബോധപൂർവം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അടിയന്തരാവസ്ഥക്കാലത്ത് RSS അടക്കം എല്ലാവരുമായും കൂട്ടുചേർന്നിട്ടുണ്ടെന്ന ടെലിവിഷൻ അഭിമുഖത്തിലെ MV ഗോവിന്ദന്റെ പരാമർശമാണ് വോട്ടെടുപ്പിന് തലേന്ന് വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിൽ UDFനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് MV ഗോവിന്ദൻ സ്വയം കുഴികുത്തി വീണത്. കിട്ടിയ അവസരം ഉപയോഗിച്ച് UDF RSS ബന്ധത്തിനെതിരെ രംഗത്ത് വന്നു. അത് വളരെ ബുദ്ധിപൂർവമായി CPM പ്ലാൻ ചെയ്ത് സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ്. നമ്മൾ വേർപിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. ആരുമായും തരാതരം പോലെ കൂട്ടുകെട്ടുണ്ടാക്കുന്ന പാർട്ടിയാണ് CPM എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി വിമർശനം കടുപ്പിച്ചു. അവരാണ് എല്ലാ തരം കൂട്ടുകെട്ടും മാറി മാറി വൈവിധ്യമാർന്ന
കൂട്ടുകെട്ടുകൾ തരാതരം പോലെ ഉണ്ടാക്കിയത് അവരാണ്. അത് മറച്ചു വെക്കാൻ കഴിയില്ല. വോട്ടെടുപ്പിന് തലേന്ന് എം വി ഗോവിന്ദൻ നടത്തിയ വിവാദ പ്രതികരണത്തിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളുണ്ടെന്നും UDF ആരോപിക്കുന്നു. ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് അവര് RSS BJP ബാന്ധവത്തിലായിരുന്നു, പലപ്പോഴുമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. പ്രതികരണം വിവാദമായതോടെ രാവിലെ തന്നെ വാർത്താസമ്മേളനം വിളിച്ച് എം വി ഗോവിന്ദൻ പ്രതിരോധത്തിന് ശ്രമിച്ചു. ചരിത്രത്തെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠിക്കണം, കാണാനും തയ്യാറാവണം. ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിന്റെ തുടർച്ചയായി വന്നൊരു പാർട്ടിയല്ല. RSSുമായി CPIM ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയും ഇല്ല, ഇന്നുമില്ല, ഇനി നാളെയും ഉണ്ടാവില്ല. UDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നത് വിവാദമായി നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടെ CPIM സംസ്ഥാന സെക്രട്ടറി RS ബന്ധത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണത്തിൽ CPIMലും LDFലും കടുത്ത അതൃപ്തിയുണ്ട്. എന്ത് കാര്യം എപ്പോൾ എങ്ങനെ പറയണം, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ബോധ്യം, അത് ഇടതുപക്ഷ ബോധ്യം, അത് CPIക്കും ഉണ്ട്, LDFിനകത്ത് തന്നെയുണ്ട്. 24 തിരുവനന്തപുരം. നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ വികസന വിഷയങ്ങളെക്കുറിച്ചോ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും പറയാനില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJPയെയും RSSനെയും കുറിച്ച് അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ഇരുപക്ഷവും ചെയ്യുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഈ ബൈ ഇലക്ഷനെ കുറിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളോ അവരുടെ പ്രോബ്ലംസിനെ കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല. നിലമ്പൂരിന്റെ വികസനത്തെ കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല. അവർ പറയുന്നത് ഇന്നും BJP RSS എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇവർക്ക് നാണമൊന്നുമില്ലേ? 60 കൊല്ലായിട്ട് ജനങ്ങൾ ഇവിടെ അവസരം കൊടുത്ത് ഇവര് ഭരിച്ചതല്ലേ LDFും UDFും. ഇവിടെ ഒരു വികസനം നടന്നിട്ടുണ്ടോ? ഒന്നും നടന്നിട്ടില്ല. അതിനെ കുറിച്ച് പറയാണ്ട്, എന്ത് ചെയ്യാൻ പോകുന്നു അതിനെ കുറിച്ചൊന്നും പറയാണ്ട് ഓരോരോ നുണ പറയാ. BJP RSS അവരെ ഡീമനൈസ് ചെയ്യാനും അതിനെ കുറിച്ചൊരു വിഷം സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. നാളെയാണ് വിധിയെഴുത്ത്. മൂന്നാഴ്ച നീണ്ട വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. നിശബ്ദ പ്രചാരണത്തിൽ വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലായിരുന്നു മുന്നണികൾ. നിശബ്ദ പ്രചാരണ ദിവസവും നിലമ്പൂരിലെ വിവാദങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായില്ല. വോട്ടുറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു 3 സ്ഥാനാർത്ഥികളും. ഏതെങ്കിലും പ്രദേശം വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടി പരിശോധന. നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥന. നാട് വലിയ പിന്തുണയാണ് തരുന്നത്. ആ പിന്തുണയുടെ ആത്മവിശ്വാസമാണ് എനിക്ക് മാത്രമല്ല LDF പ്രവർത്തകർക്കാകെ ഉള്ളത്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. നിലമ്പൂരിലെ ജനങ്ങൾ വളരെ കൃത്യമായി തീരുമാനിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണത്. ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ UDF ജയിക്കും. ഞങ്ങൾക്ക് ധൈര്യമാണുള്ളത്. ഞങ്ങളിവിടെ മുന്നേറും, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടിയാണ് ഞാൻ വോട്ട് ചെയ്യേണ്ടത്. നിലമ്പൂരിന്റെ സമഗ്ര വികസനം. PV അൻവർ ഇന്നലെ വൈകിട്ട് കോഴിക്കോട് വെച്ച് സാമുദായിക നേതാക്കളെ കണ്ട് അവസാനവട്ട വോട്ടുറപ്പിക്കൽ നടത്തി. നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവൻ്റെ പ്രശ്നമാണെന്ന് അവർക്കറിയാം. ഞാൻ പോരാടിയത് അവർക്ക് വേണ്ടിയാണ്. ഇന്ന് ഈ നടുറോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. അത് അവിടുത്തെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും ജനങ്ങളും എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട്. RSSുമായി അടിയന്തരാവസ്ഥ കാലത്ത് ചേർന്നിട്ടുണ്ടെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന നിലമ്പൂരിൽ പ്രതിഫലിക്കുമോ എന്ന ചർച്ച ഇടതുപാളയത്തിലുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച ആര്യാടൻ ഷൗക്കത്തിന് VV പ്രകാശിന്റെ വീട്ടിൽ പോകാൻ നേരമില്ലെന്ന് DYFഐയുടെ വിമർശനം. തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ടീം 24 നിലമ്പൂർ. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സംസ്ഥാനത്ത് 21 ക്വാറികൾക്ക് കൂടി അനുമതി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാന വന്യജീവി ബോർഡ് യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. വിവിധ വന്യജീവി സങ്കേതങ്ങളുടെയും നിർദ്ദിഷ്ട എക്കോ സെൻസിറ്റീവ് സോണുകളുടെയും 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ക്വാറികൾ അനുവദിക്കുന്നത്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഏതൊക്കെ മേഖലകളിലാണ് ഈ ക്വാറികൾ പുതുതായി അനുവദിച്ചിരിക്കുന്നത്? അത് എത്രത്തോളം വലിയ ക്വാറികളാണ്? അതിൻ്റെ സ്വഭാവം എന്താണ്? അത് ഏതൊക്കെ തലത്തിലായിരിക്കും പ്രതിഫലിക്കാൻ പോകുന്നത്?
വിജയകുമാർ, വന്യജീവി സങ്കേതങ്ങളുടെയും അതോടൊപ്പം തന്നെ ഇക്കോ സെൻസിറ്റീവ് സോണുകളുടെയും 10 കിലോമീറ്റർ പരിധിക്കുള്ളിൽ പുതിയ കോറികൾ ആരംഭിക്കണമെങ്കിൽ വനം വകുപ്പിന്റെ അനുമതി വേണം. ഇത്തരം അനുമതി സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചർച്ചയ്ക്ക് വെച്ച ശേഷമാണ് തീരുമാനമെടുക്കുന്നത്. മുഖ്യമന്ത്രി അധ്യക്ഷനായ വന്യജീവി ബോർഡിന്റെ യോഗം ഇന്ന് ചേർന്നു. ഈ യോഗത്തിലാണ് സംസ്ഥാനത്തെ 21 പുതിയ കോറികൾ കൂടി അനുമതി നൽകുന്നത്. ഇതിൽ കൂടുതൽ കോറികൾ അനുവദിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാടും എറണാകുളത്തും 4 വീതം കോറികൾ അനുവദിക്കാനാണ് ഇപ്പോൾ തീരുമാനം. ഇതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കോറികൾ ഉണ്ട്. മറ്റ് ജില്ലകളിലും ചെറിയ തോതിൽ കോറികൾ അനുവദിക്കാനുള്ള നിർദ്ദേശമുണ്ട്. ആകെ 21 കോറികളുടെ അനുമതിക്കുള്ള അപേക്ഷയാണ് ഈ വന്യജീവി ബോർഡിന്റെ. ശരി ശ്രീജിത്ത്, ചെറിയ സാങ്കേതിക തടസ്സമുള്ളത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. വിവിധ വന്യജീവി സങ്കേതങ്ങളുടെയും നിർദ്ദിഷ്ട ഇക്കോ സെൻസിറ്റീവ് സോണുകളുടെയും 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പുതിയതായി ക്വാറികൾ അനുവദിക്കുന്നത് എന്ന വിവരം കൂടി വരുന്നുണ്ട്. ആർ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. തെരുവുനായ ആക്രമണത്തിൽ പൊറുതിമുട്ടി കണ്ണൂർ നഗരം. 2 ദിവസത്തിനിടെ 72 പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റു. തെരുവുനായ ആക്രമണം തടയാൻ കഴിയാത്തത് കോർപ്പറേഷന്റെ വീഴ്ചയാണെന്ന് ആരോപിച്ച് LDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. തെരുവുനായ ശല്യം തടയാൻ ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് കോർപ്പറേഷന്റെ മറുപടി. രണ്ട് വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ ഇന്ന് 16 പേർ തെരുവുനായ ആക്രമണത്തിനിരയായി. സ്റ്റേറ്റ് ബാങ്ക് പരിസരം, റെയിൽവേ സ്റ്റേഷൻ, പുതിയ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. കൊച്ചിന് ഒരു ടെസ്റ്റ് എഴുതാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അവിടെ ഞങ്ങൾ ഓപ്പോസിറ്റായിട്ട് നടന്നു പോകുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വന്ന് പട്ടി സൈലൻ്റായിട്ട് വന്ന് കടിക്കുക ചെയ്ത്. A1 ഹോട്ടലിൻ്റെ ഫുട്പാത്തിൽ നിന്നൊരു നായി വരുന്നുണ്ട്. അപ്പം എന്നെക്കുള്ള വന്നു. അപ്പം ഞാൻ കുടയുണ്ടായിരുന്നു, കുടേനെ കൊണ്ട് അടിച്ചു. പക്ഷേ നായി വിട്ടില്ല, കടിച്ചു. ഞാൻ താഴെ പോന്നു. ഇന്നലെ മുതൽ കടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതുവരെ ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇവര് സ്വീകരിച്ചില്ല. ഇത് നായ്ക്കാന്നോ വില കൂടുതൽ, മനുഷ്യനാന്നോ വില കൂടുതൽ എന്നുള്ളത് ഇവരൊന്നും തീരുമാനിക്കട്ടെ. തെരുവുനായയുടെ കടിയേറ്റവരെല്ലാം ജില്ലാ ആശുപത്രികളിൽ ചികിത്സ തേടി. പിന്നാലെ അലഞ്ഞു നടക്കുന്ന നായകളെ പിടികൂടാൻ ജില്ലാ പഞ്ചായത്ത് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ABC കേന്ദ്രങ്ങൾ പൂട്ടിയതാണ് തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്നാണ് കോർപ്പറേഷന്റെ ആരോപണം. അക്രമകാരികളെന്ന് സംശയിക്കുന്ന 3 നായ്ക്കളെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ കോർപ്പറേഷൻ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് LDF പ്രവർത്തകർ കൗൺസിൽ യോഗത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. അനത് ഫണ്ടില്ലേ, ഓൺ ഫണ്ടില്ലേ കോർപ്പറേഷന്? ജനങ്ങളുടെ നികുതി പണമല്ലേ അതിനകത്തുള്ളത്? ഈ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണം? കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും പരസ്പരം പഴിചാരുമ്പോഴും നായപ്പേടിയിൽ വിറച്ചു നിൽക്കുകയാണ് കണ്ണൂർ നഗരം. അരുൺ പൂപ്പറമ്പ, 24 കണ്ണൂർ. കണ്ണൂരിൽ തെരുവുനായയുടെ കടിയേറ്റ 5 വയസ്സുകാരന് പേവിഷബാധ. തമിഴ്നാട് സ്വദേശികളുടെ കുട്ടിക്കാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ്. മെയ് 31 പയ്യാമ്പലത്ത് വെച്ചാണ് കുട്ടിയെ തെരുവുനായ ആക്രമിച്ചത്. കണ്ണിന് താഴെ കടിയേറ്റതിനാൽ വേഗത്തിൽ തലച്ചോറിനെ ബാധിച്ചെന്നാണ് വിശദീകരണം. വാക്സിൻ ഫലം കണ്ടില്ല എന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധനാ നടപടികൾ നാളെയോടെ പൂർത്തിയായേക്കുമെന്ന് ആശുപത്രി അധികൃതർ. ഇതുവരെ 202 പേരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. 170 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ ഇന്ന് ആശുപത്രി വിട്ടു. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ 274 പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്. കേരളത്തിൽ നിന്നുള്ള രഞ്ജിതയുടേതടക്കം മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. സാമ്പിളുകൾ മൃതദേഹങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നതിൽ വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ 5 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. അഹമ്മദാബാദിലെ സ്വകാര്യ ഹോട്ടലിലേക്കാണ് പോലീസ് നിർദ്ദേശപ്രകാരം വിശ്വാസ് കുമാർ മാറിയത്. തൽക്കാലം സന്ദർശകരെ അനുവദിക്കില്ല. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിവിധ അന്വേഷണ സംഘങ്ങൾ ഇന്നും ദുരന്തഭൂമിയിൽ പരിശോധന നടത്തി. ഇന്നലെയും 2 ശരീരഭാഗങ്ങൾ സ്ഥലത്തുനിന്ന് കണ്ടെത്തിയിരുന്നു. 24 അഹമ്മദാബാദ്.
സാഹസിക ദൗത്യത്തിനിടെ അമേരിക്കയിലെ ഡമനാലി പർവ്വതത്തിൽ കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാന്റെ രക്ഷാദൗത്യത്തിന് സർക്കാർ ഇടപെടൽ. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പത്തനംതിട്ട MP ആന്റോ ആന്റണി വിദേശകാര്യമന്ത്രിക്കും കത്ത് നൽകി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിക്കാൻ പതാക നാട്ടാനുള്ള ദൗത്യത്തിനിടെയാണ് ഷെയ്ഖ് ഹസൻ കുടുങ്ങിയത്. ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത ക്യാമ്പിൽ കഴിയുകയാണെന്ന് അദ്ദേഹം സാറ്റലൈറ്റ് ഫോൺ വഴി 24-നോട് പറഞ്ഞു. എവറസ്റ്റ് കീഴടക്കി ചരിത്രത്തിലിടം പിടിച്ച മലയാളി പർവ്വതാരോഹകനാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. അമേരിക്കയിലെ ഡമനാലിയിൽ ഇന്ത്യൻ പതാക നാട്ടാനുള്ള ശ്രമത്തിനിടെയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ കുടുങ്ങിയത്. അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതത്തിന് 17,000 അടി മുകളിലുള്ള ബേസ് ക്യാമ്പിലാണ് ഷെയ്ഖ് ഹസനും ഒപ്പമുണ്ടായിരുന്ന അമേരിക്കൻ പൗരനും ഇപ്പോൾ. സാധാരണമായി ഇത്തരത്തിലുള്ള കൊടുങ്കാറ്റ് മൗണ്ട് ഡമനാലിയിൽ ഉണ്ടാകാറില്ല. ഭക്ഷണവും വെള്ളവുമില്ലാത്ത ക്യാമ്പിൽ രക്ഷാദൗത്യം ദുഷ്കരമാണെന്ന് ഷെയ്ഖ് ഹസൻ ഖാൻ 24-നോട് പറഞ്ഞു. മകൻ പർവ്വതത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വിവരം 24 വാർത്തയിലൂടെയാണ് അറിഞ്ഞത്. ഒന്ന് സംസാരിച്ചാൽ മാത്രം മതിയെന്ന് ഷെയ്ഖ് ഹസൻ ഖാന്റെ മാതാവ് 24-നോട്. സാധാരണ അങ്ങനെയല്ല, എവിടെ പോയാലും അവന് ഇടയ്ക്ക് നമ്മളെ ഒന്ന് വിളിക്കും. 2 മീറ്റിങ്ങിന് സാറ്റലൈറ്റ് വഴി. ഈ പ്രാവശ്യം അത് വിളിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 24 ന്യൂസ് പറഞ്ഞപ്പോഴാണ്, 24 നമ്മൾ കണ്ടില്ലായിരുന്നു, കണ്ടവർ വിളിച്ച് പറഞ്ഞ ശേഷം ഞാൻ വെച്ചപ്പോഴാണ് കാണുന്നത്. രക്ഷപ്പെട്ടി തന്നെ അവനെ സുഖമായിട്ട് എത്തണിക്കുന്ന ഒരു ഫോൺ കോൾ മോൻ്റെ നിന്ന് കിട്ടിയാൽ മതി. സുഖമായിരിക്കുന്നു എന്നുള്ളൊരു വിളി മോൻ്റെ അത് നോക്കിയിരിക്കുക. സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുവെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. ലോകത്തിലെ പ്രശസ്തമായ 6 കൊടുമുടികൾ കീഴടക്കിയ ഷെയ്ഖ് ഹസൻ ഖാൻ ധനകാര്യ വകുപ്പിൽ സെക്ഷൻ ഓഫീസറാണ്. 24 പത്തനംതിട്ട. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്നു. പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തി. പൗരന്മാർക്ക് പതിവ് നയതന്ത്ര സേവനങ്ങൾ പുനഃസ്ഥാപിക്കാനും ധാരണയായി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർണായക തീരുമാനങ്ങൾ ഉണ്ടായത്. प्रधानमंत्री जी के चुनाव के बाद मुझे पहली बार मिलने का मौका मिला है, तो इस चुनाव के भव्य विजय के लिए भी मैं उनको बधाई देता हूं और आने वाले कालखंड में उनके साथ भारत और कनाडा मिलकर के अनेक क्षेत्रों में प्रगति करेंगे. 2023 ജൂണിൽ കാനഡയിൽ ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പരാമർശമായിരുന്നു പ്രധാന കാരണം. ഇരു രാജ്യങ്ങളും ഹൈക്കമ്മീഷണർമാരെ പുറത്താക്കുകയും വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത് സ്ഥിതിഗതികൾ വഷളാക്കി. 2 വർഷങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ G7 ഉച്ചകോടിക്കിടെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം. ഇരു രാജ്യങ്ങളും ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. പൗരന്മാർക്ക് പതിവ് നയതന്ത്ര സേവനങ്ങളും പുനഃസ്ഥാപിക്കും. എന്നാൽ നിജ്ജർ വധത്തെപ്പറ്റി ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ കർണി ജാഗ്രത പാലിച്ചു. We have had a discussion, the Prime Minister and I, about the importance of having the law enforcement to law enforcement dialogue, which is not just dialogue, cooperation directly. അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ പ്രതികരിക്കുന്നില്ലെന്നായിരുന്നു പ്രതികരണം. പരസ്പര ബഹുമാനവും വിശ്വാസവും നിലനിർത്തി ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് കാർണി വ്യക്തമാക്കി. മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയായ ശേഷം മോദിയുമായി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല എന്ന നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. ഉപഭോക്താക്കൾക്ക് മാത്രമേ പമ്പുകളിലെ ശുചിമുറി ഉപയോഗിക്കാനാവൂ എന്ന് കോടതി വ്യക്തമാക്കി. പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ പ്രധാനപ്പെട്ട ഉത്തരവ്. പമ്പുകളിലെ ശുചിമുറി പൊതുജനാവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് പെട്രോളിയം ട്രേഡേഴ്സ് ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വകാര്യ പമ്പുടമകൾ വൃത്തിയാക്കി പരിപാലിക്കുന്ന ശുചിമുറികൾ പൊതു ശുചിമുറിയായി മാറ്റാൻ നിർബന്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഹർജിക്കാർ വാദിച്ചു. പൊതുജനങ്ങൾ ഇത്തരം ശുചിമുറികൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണിയും വിനാശകരമായ പ്രത്യാഘാതങ്ങളും കണക്കിലെടുക്കണം. വാഹനങ്ങളിൽ ഇന്ധനം നിറക്കാൻ വരുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമായി പമ്പിലെ ശുചിമുറി സൗകര്യങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഹൈക്കോടതി അംഗീകരിച്ചത്. പെട്രോൾ പമ്പുകളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഉത്തരവ്. ജസ്റ്റിസ് CS ജയസിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. രാജ്യത്ത് ഹൈവേ യാത്രകൾക്കായി പുതിയ വാർഷിക പാസ് പ്രഖ്യാപിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം. 3000 രൂപയാണ് ഫാസ്ടാഗ് വാർഷിക പാസിന് നൽകേണ്ടത്. ഈ വർഷം ഓഗസ്റ്റ് 15 മുതൽ ഈ പാസ് പ്രാബല്യത്തിൽ വരും.
രാജ്യത്തെ ദേശീയപാതകളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ചെലവ് കുറഞ്ഞതും സുഗമവുമായ യാത്ര സാധ്യമാക്കുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പുതിയ വാർഷിക പാസ് പ്രഖ്യാപിച്ചത്. 3000 രൂപയാണ് വാർഷിക പാസിന്റെ വില. ദേശീയപാതകളിൽ മാത്രമാണ് ഫാസ്റ്റ് ട്രാക്ക് വാർഷിക പാസ് ഉപയോഗിക്കാൻ സാധിക്കുക. വാർഷിക പാസ് എടുക്കുന്നവർക്ക് ആക്ടിവേഷൻ തീയതി മുതൽ 1 വർഷം വരെ അല്ലെങ്കിൽ 200 ടോൾ പ്ലാസകൾ കടക്കുന്നതുവരെ എന്നതാകും പാസിന്റെ കാലാവധി. കാർ, ജീപ്പ്, വാൻ തുടങ്ങിയ സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമേ പാസ് അനുവദിക്കുകയുള്ളൂ. ഇതിലൂടെ ദേശീയപാതയിലെ യാത്രക്കാർക്ക് പ്രതിവർഷം 7000 രൂപ വരെ ലാഭിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. लोगों की टोल के बारे में काफी तकरार थी. सरकार ने जो निर्णय किया है वो बहुत बड़े प्रमाण पर जनता को राहत देने वाला है, जिसमें 3000 रुपए में जो पास है साल भर का, उसकी अगर टोल पे किया जाएगा तो उसकी कीमत कम से कम 10,000 से ज्यादा रुपए का टोल देना पड़ता था, वो केवल 3000 रुपए में होगा. और ये जो वैलिडिटी है 1 साल में 200 ट्रिप वो क्रॉस कर सकते हैं. ഈ വർഷം ഓഗസ്റ്റ് 15 മുതലാണ് വാർഷിക ഫാസ്റ്റ് ട്രാക്ക് പാസ് പ്രാബല്യത്തിൽ വരുന്നത്. ഇതോടെ ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് സംബന്ധിച്ചുണ്ടാകുന്ന തർക്കങ്ങൾക്കും സമയനഷ്ടത്തിനും ഒരു പരിധിവരെ പരിഹാരമാകും. രാജ്മാർഗ് യാത്ര ആപ്പ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഹൈവേ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് എന്നിവയിലെ ലിങ്ക് വഴി പാസ് ആക്ടിവേറ്റ് ചെയ്യാനും പുതുക്കാനും കഴിയും. 24 ഡൽഹി. കേരളത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വനം വകുപ്പിന് കീഴിൽ കേരളത്തിന്റെ മലയോര വനമേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. വനമേഖലയിൽ നിന്നുള്ള കുടുംബങ്ങളുടെ മാറ്റിപ്പാർപ്പിക്കലാണ് ഇതിൽ പ്രധാനം. വന്യജീവി ആക്രമണങ്ങളിൽ കേരളത്തിൽ ആളപായവും സ്വത്തുനാശവും നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള സമഗ്ര പദ്ധതികൾ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. വന്യമൃഗശല്യം തടയാനുള്ള സൗരോർജ്ജ വേലികൾ മുതൽ വനമേഖലയിലുള്ള കുടുംബങ്ങളുടെ മാറ്റിപ്പാർപ്പിക്കൽ വരെ അതിൽ ഉൾപ്പെടും. വനത്താൽ ചുറ്റപ്പെട്ട മേഖലകളിൽ നിന്ന് പുറത്തുപോകാൻ താൽപ്പര്യമുള്ളവരെ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റിടങ്ങളിലേക്ക് താമസം മാറ്റുകയാണ് പദ്ധതി. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കണ്ണൂർ, വയനാട് ജില്ലകളിലെ 5 ഫോറസ്റ്റ് ഡിവിഷനുകളിലായി 21 സെറ്റിൽമെന്റുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ജനങ്ങളെ ബുദ്ധിമുട്ട് മാറുന്നതോടൊപ്പം വനം വകുപ്പിനും സംബന്ധിച്ചിടത്തോളം വലിയ മാനേജ്മെന്റ് കോൺഫ്ലിക്റ്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. സർക്കാരിന്റെ ഏറ്റവും മികച്ച പദ്ധതി തന്നെയാണ് ഈ റീബിൽഡ് കേരള ഉള്ളത്. വന്യജീവികളുടെ ആക്രമണങ്ങൾ നേരിട്ടവർ മറ്റിടങ്ങളിലേക്ക് സർക്കാർ സഹായത്തോടെ താമസം മാറിയപ്പോൾ ജീവിതം തന്നെ മാറിമറിഞ്ഞുവെന്ന് വയനാട് സ്വദേശിയായ റംല പറയുന്നു. വനം വകുപ്പ് ഏറ്റെടുത്തോണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇന്ന് നല്ല സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു. ലോട്ടറി അടിച്ച പോലെ സാറേ ഉള്ള 1984 മുതൽ വീടിന്റെ പരിസരത്ത് കാട്ടാനശല്യം നേരിട്ടിരുന്ന വയനാട് സ്വദേശി ഗ്രേസിക്കും കുടുംബത്തിനും പറയാനുള്ളതും അതുതന്നെ. ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകുന്ന പിന്നെ ഞങ്ങള് 4 മണിയാകുമ്പോഴത്തേക്കും പിള്ളേർ സ്കൂളിൽ വീട്ടിലെത്തും. 10 സെന്റ് ഉണ്ടായിരുന്ന തനിക്ക് 50 സെന്റ് സ്ഥലം വാങ്ങി മാറി താമസിക്കാൻ പോലും പദ്ധതി മൂലം കഴിഞ്ഞുവെന്ന് CRP കുന്നിൽ നിന്ന് മാറിയ ഗൃഹനാഥ. ഞങ്ങൾക്ക് 10 സെന്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ 50 സെന്റ് വാങ്ങി. ഇപ്പോൾ കുറച്ച് വയ്യാണ്ടായാൽ കുറച്ച് ദിവസം പണിക്കൊക്കെ പോകാണ്ടിരുന്നാലും കുഴപ്പമില്ല, ആദായങ്ങളുണ്ട്. 10 ജില്ലകളിലെ 14 ഫോറസ്റ്റ് ഡിവിഷനുകളിലായി 41 സെറ്റിൽമെന്റുകൾ ഉൾപ്പെടുന്ന പദ്ധതിയുടെ DPR-ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കിഫ്ബി അനുമതി നൽകി. 453 കുടുംബങ്ങളെ 67.95 കോടി രൂപ ചെലവിൽ മാറ്റിപ്പാർപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിൽ ഇതുവരെ 161 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അവർക്കൊരു ജീവിതമാർഗത്തിനുള്ള ട്രെയിനിങ് കൊടുത്തു, പിന്നെ അവർക്ക് മിഷനറീസ് കൊടുത്തു. ചിലവരുടെ താല്പര്യം പശു ആടിനെയൊക്കെ വാങ്ങിച്ച് തരണമെന്നല്ലായിരുന്നു, അവരെയൊക്കെ നമ്മൾ അങ്ങോട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. ഈ സാമ്പത്തിക വർഷത്തിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് 24. ആലപ്പുഴയിൽ വേരുകളുള്ള കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയവരുടെ സംഗമം ഇന്ന് നടന്നു. ആലപ്പുഴക്കാർ ഇൻ കൊച്ചി എന്ന പേരിലായിരുന്നു ഈ പരിപാടി. ഭീമ ജ്വല്ലറി ഉടമ ബിന്ദു മാധവ്, സംവിധായകൻ സിബി മലയിൽ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഓംകുമാർ, ജോണി, ശ്രീകുമാർ, നിർമ്മാതാവ് ഔസേപ്പ് ബച്ചൻ, രാജ്കുമാർ, നിമിഷ് എന്നിവരായിരുന്നു സംഘാടകർ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.